46 വർഷമായിട്ട് പ്രഗ്നന്റ് ആയിട്ടിരുന്ന ഒരു സ്ത്രീയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സാറ അബോട്ടലിബ് എന്ന 75 വയസ്സുള്ള ഒരു മൊറോക്കൻ വനിതയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഒരു ദിവസം സാറയുടെ അബ്ഡോമിനൽ പാർട്ടില് ഒരു സ്വെല്ലിംഗ് കണ്ടു. അത് നാൾതോറും ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് കണ്ടു. അങ്ങനെയാണ് സാറയെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഡോക്ടേഴ്സ് ഇത് ആദ്യം വിചാരിച്ചത് ഇതൊരു ഓവേറിയൻ ട്യൂമർ ആണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തില് വർഷങ്ങൾക്ക് മുന്നേ ഗർഭാശയ സഞ്ചിയുടെ പുറത്തായിട്ട് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1955 സാറ പ്രഗ്നന്റ് ആവുന്നത്. പ്രസവവേദന വന്നതിനെ തുടർന്ന് സാറയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ള സ്ത്രീയുടെ ഒരു പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ട് ട്രഡീഷണൽ മെത്തേഡ്സ് പ്രഗ്നൻസിക്ക് ഉപയോഗിക്കാന്ന് വിചാരിക്കുകയാണ്. പക്ഷെ പിന്നീട് സാറയുടെ പ്രസവ വേദന മാറുകയും തുടർന്ന് ആ പ്രസവം അലസി പോവുകയും ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് അവരുടെ 75-ാമത്തെ വയസ്സിൽ അവർക്ക് വയറ്റിലൊരു വേദന അനുഭവപ്പെടുകയും അങ്ങനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് നടത്തിയപ്പോഴാണ് 46 വർഷങ്ങളായി അവരൊരു മരിച്ച കുഞ്ഞിനെ അല്ലെങ്കിൽ ഫീറ്റസിനെ അവരുടെ വയറ്റിൽ പേറി നടക്കുമായിരുന്നു എന്ന് മനസ്സിലാവുന്നു. വളരെ റെയർ ആയിട്ട് വരുന്ന ഈ കണ്ടീഷനെ ലിത്തോപീഡിയൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ മരിച്ചു പോകുന്ന ഫീറ്റസിന് ചുറ്റും നമ്മുടെ ബോഡി ഒരു കാൽസിഫൈഡ് ഷെല്ല് ഫോം ചെയ്യാണ്. അതിനുള്ളില് ഈ ഫീറ്റസ് ഒരു കല്ല് പോലെ അല്ലെങ്കിൽ സ്റ്റോൺ പോലെ ആവുകയും ചെയ്യാണ്. അപ്പൊ ഇതുപോലെയുള്ള വളരെ റെയർ ആയിട്ടുള്ള മെഡിക്കൽ കേസസിനെ കുറിച്ച് അറിയാനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തു.